എടാ ദിസ് ഇസ് ദിൽ. എടാ ഞാൻ സൂര്യയാണ് എൻ്റെ വിശ്വനാഥ ആൻഡ് സൺസ് പടം ഞാൻ കണ്ടു. നമ്മൾ തമ്മിലുള്ള ഒപ്പീനിയനൊക്കെ വ്യത്യാസം വരും, കാരണം ഞാൻ ഇതിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് പറഞ്ഞത്. അപ്പം അതൊക്കെ മൈൻഡിൽ വയ്ക്കുക. എനിക്ക് ഈ ഒരു പടം ഒരു എബോ ആവറേജ് ആയിട്ടായിരുന്നു തോന്നിയത്. സംഭവം പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് കഥ എന്ന് പറയുന്നത് ഏതാണ്ട് മറ്റേ ഈ വാരിസിലെ പോലെ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മറ്റേ ഫിൽത്തി റിച്ച് ബാക്ക്ഗ്രൗണ്ടിലാണ് കഥ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അത്ര കൺവിൻസ്, ആ ഒരു സ്റ്റോറി നടക്കുന്നത് എനിക്ക് അത്ര കൺവിൻസിബിൾ ആയിട്ട് എനിക്ക് തോന്നിയില്ല. എന്നും പറഞ്ഞാൽ അതേപോലെ ഒരു കട്ടവരാതം കൂത്തിപ്പടമൊന്നും അല്ല കേട്ടോ. ഇതിന് നല്ലൊരു കഥയുണ്ട്. ഇതിന് അത്യാവശ്യം എന്ന് വെച്ചാൽ ഈവൻ കോമഡീസ് ആയാലും അവിടെ ആയിട്ട് കുറച്ച് ഇമോഷണൽ കണക്ഷൻ ആയാലും എല്ലാം ഉണ്ട്. അല്ലാതെ മറ്റേ പോലെ റോബോട്ട് മൂഞ്ചികളോ കണക്കിനോ അല്ലെങ്കിൽ ഗ്രീൻ സ്ക്രീന് മുക്കിനോ വലിച്ചു കെട്ടിയിട്ടോ അങ്ങനത്തെ ഒന്നുമല്ല. ഞാൻ പിന്നെ ആ ഒരു റിച്ച് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിനകത്ത് ആക്ച്വലി ഇതിൻ്റെ മെയിൻ പ്ലോട്ട് കൊള്ളാം. നല്ലൊരു കഥയുണ്ട്. പക്ഷേ അനാവശ്യമായ കുറേ സബ്പ്ലോട്ടുകൾ, അനാവശ്യമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ്, കുറേ കണ്ണീർ പരമ്പര അങ്ങനത്തെ വെച്ച് ചിലയിടത്തൊക്കെ നല്ലൊരു ഇതെന്ന് തോന്നിയാലും ചിലയിടത്തൊക്കെ ഭയങ്കര സീരിയൽ ലെവലായിട്ട് ഇത് മാറുന്നുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ആയാലും എല്ലാവരും ഓക്കെ ആയിരുന്നു. എസ്പെഷ്യലി നമിത ബൈജു വാസ് ഗുഡ്. ചിലയിടത്തൊക്കെ കുറച്ച് ഓവറായാലും എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ചാട്ടവും ഓട്ടവും എന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കണം എന്നുള്ളതൊക്കെ അത് മനസ്സിലായി. പിന്നെ സൂര്യണ്ണനായാലും വാസ് ഓക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഇതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അത് മാത്രമല്ല, ഒന്നാമത്തെ കേസ് ഞാൻ ഇത്രയും ഈ ഒരു ആ ഏജ് ഗ്യാപ്പ് എന്ത് എന്നുള്ള കഥയിൽ ഒരു പ്രോപ്പറായിട്ടൊരു റീസൺ ഉണ്ട്. അത് കൺവിൻസിബിൾ ആണ്. അതാണ് ഒരു നല്ലൊരു കഥയുണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഏജ് ഗ്യാപ്പ് കമ്മിങ് ടു റൊമാൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് അത്ര ഒരു കൺവിൻസിബിൾ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഓക്കെ, സ്റ്റിൽ എന്നിരുന്നാലും ഞാൻ പറഞ്ഞില്ലേ, കണ്ടിരിക്കാം. മറ്റതുപോലെ അസഹനീയമൊന്നും അല്ല ഇത്. പിന്നെ പറയാനുള്ളത് മ്യൂസിക് ജി.വി. പ്രകാശാണ്. വലിയ സുഖമൊന്നുമുള്ളതായിട്ട് എനിക്കൊന്നും തോന്നിയില്ല. എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല പാട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടാണ്. ഇതിലത്ര രസമായിട്ടൊന്നും തോന്നിയില്ല. അതുപോലെ തന്നെ ഫൈറ്റുകളായാലും അൺനെസസറി. ഫൈറ്റൊക്കെ നൈസാണ്. മറ്റേ മോക്കോ ബോട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും കുത്തിക്കയറ്റിയതുപോലെ തോന്നി. സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ. പിന്നെ ക്യാരക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ല, അനാവശ്യമായിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സ് കാര്യങ്ങൾ. പിന്നെ ഡ്യൂറേഷൻ കുറച്ചൊക്കെ കുറയ്ക്കായിരുന്നു. എല്ലാത്തിനും മേലെ കുറച്ച് റിച്ച്നെസ് ഒന്ന് പൊടിക്ക് കുറച്ചിരുന്നെങ്കിൽ കുറച്ചും കൂടെ മേ ബി എനിക്ക് കണക്റ്റായി പോയാനെന്ന് തോന്നുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു വാരിസ് കണക്കിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടിൽ നടക്കണോണ്ടാണ്. അതുകൊണ്ട് ഒരിക്കലും ആ പടത്തിനെയും ഇതിനെയും വെച്ച് കമ്പയർ ചെയ്തെന്ന് വിചാരിക്കരുത്. ആ പടമൊക്കെ ഞാൻ തിയേറ്ററിൽ ഒരു തവണ ഞാൻ കണ്ടതാണ്. പിന്നെ അതിന് ശേഷം ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. മറ്റത് ഇപ്പം ബീസ്റ്റോ ഈവൻ പുലിയാണെങ്കിൽ പോലും ഞാൻ ടി വിയിൽ വന്നപ്പോൾ ഞാൻ ചുമ്മാ ആയിരുന്നെങ്കിലും കണ്ടിട്ടുണ്ട്, വേറെ ഒന്നുമില്ല. ഇത് ഞാൻ അതുപോലും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഒരിക്കലും അതിനെ വെച്ച് കമ്പയർ ചെയ്യണമെന്നൊന്നും വിചാരിച്ചാൽ അതിൽ ആ ഒരു തവണ അതോടുകൂടി എനിക്ക് മതിയായി. അതങ്ങ് വിട്ടരാ. അപ്പം ഇത്രയേ ഉള്ളൂ ഇതിനെപ്പറ്റി പറയാൻ. കുറച്ചും കൂടെ ഒക്കെ ഈ ഒരു സീരിയൽ ലെവലോ അല്ലെങ്കിൽ റിച്ച്നെസ്സോ കുറച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടെ നന്നായി എനിക്ക് തോന്നിയേനെ, ഒരു ഡീസൻറ്റ് മാച്ചെങ്കിലും തോന്നിയേനെ. പക്ഷേ എനിക്ക് പേഴ്സണലി ഞാൻ നോക്കുന്ന അടുത്ത നെക്സ്റ്റ് പടമാണ് സൂര്യ 47. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് വിശ്വനാഥൻ ആൻഡ് സൺസ് ഫ്രം മൈ സൈഡ്.